യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ ഏറ്റവും വലിയ മാദക നഗരമായ സാവോ പോളോയിൽ യൂറോപ്പിന്റെ കാലഘട്ടത്തിലെ റമദാൻ കാലത്തിലാണ് ലോക ഫുട്ബോൾ നടന്നത്. ഇവിടെ IPL-ന്റെ 2020 നടക്കുമ്പോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോ അതിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, ആ സമയത്ത് നീ മഗ്‌രിബ് കളാക്കാറുണ്ട്, ആ സമയത്ത് നീ നിസ്കാരം എത്രയോ കളാക്കാറുണ്ട്. എന്നാലും നീ അറിയോ, ക്രിക്കറ്റും ഫുട്ബോളും നിന്നെ മതമായി മാറുമ്പോ അതിന്റെ ആരാധകരായ ക്രിക്കറ്റ് ദൈവങ്ങൾ നിന്റെ നെഞ്ചിലെ ടീഷർട്ടിന്റെ മുഖചിത്രമാക്കുമ്പോ നിങ്ങൾ അറിയോ ചെറുപ്പക്കാരാ, IPL-ന്റെ 2020 മത്സരം നടക്കുമ്പോ അഫ്ഗാനിസ്ഥാന്റെ ടീം അംഗങ്ങൾ മത്സരത്തിനിറങ്ങുമ്പോ അവരുടെ പരിശീലകൻ ഇൻസിമാമുൽ ഹക്കിന്റെ ഇമാമത്തോടുകൂടി അവര് പുറകില് മൈതാന മധ്യത്തില് ജമാഅത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടാ അവര് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയതെങ്കില് പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഉത്തുംഗതയിൽ നിൽക്കുമ്പോ സുന്ദരി പെൺകുട്ടികൾ അവരുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ അവര് മുഴുവനെ താടി നീട്ടി വലിച്ചിട്ട് പ്രേമമെന്ന സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ പുത്രൻ ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ ആ ഒരൊറ്റ മഹബത്തിന്റെ പേര് താടി വെച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച മുഴുവന് പള്ളിക്കല കാളിയേക്കാൾ വലിയ താടിയുമായി മുസ്ലിം ചെറുപ്പക്കാരെ വരച്ച് നടക്കുകയാ. ഇന്ന് താടിയില്ലാത്ത ചെറുപ്പക്കാരില്ല. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് അസ്ഹാബുൽ ബദരീങ്ങളുടെ താടി കണ്ടിട്ടല്ല, ദുൽഖർ സൽമാന്റെ താടി കണ്ടിട്ട് ഓരോ സിനിമാ താരങ്ങള് താടിയുടെ സ്റ്റൈല് മാറ്റുമ്പോ ആ താടി സുന്നത്തിനേക്കാൾ വലിയ ആഗ്രഹത്തോടെ വെച്ചു കൊണ്ടുപോയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നീയൊക്കെ ന്യൂ ജനറേഷൻ ആരാധിച്ചു കൊണ്ടുപോകുന്ന ക്രിക്കറ്റ് താരങ്ങള് സയ്യിദൻ വരെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോഴാണ് ക്രിസ്ത്യാനിയായ പാക് ക്രിക്കറ്റ് ടീമിലെ ഏക ക്രൈസ്തവ വംശനായ യൂസുഫ് യോഹന്നാ കേൾക്കുക. ആ ഖുർആൻ കേട്ട യൂസുഫ് യോഹന്നയുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോ സയ്യിദൻ വരന്റെ മുട്ടുമുത്തുനിന്ന് ആ ഖുർആനിനെ കൊന്നുകൂടി ഓതി കേൾപ്പിക്കുമോ സയ്യിദൻ വർ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഖുർആനിന്റെ പാരായണം കേട്ട് ക്രൈസ്തവനായ യൂസുഫ് യോഹന്നാ അതെല്ലാം വലിച്ചെറിഞ്ഞ് മുഹമ്മദ് യൂസുഫ് എന്ന മുസ്ലിം പേര് സ്വീകരിച്ചു. അദ്ദേഹം ഇന്ന് നീണ്ട താടിയും തഴമ്പുമായിട്ട് ക്രിക്കറ്റ് കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു കാണിച്ച ചെറുപ്പക്കാരന് വേണ്ടി 5 വഖത്ത് നിസ്കരിച്ച നിസ്കാര തഴമ്പിന്റെ സ്ഥാനത്ത് കുങ്കുമപ്പെട്ടിട്ട് മതം പാറിയ നൂതനദേശം പെണ്ണേ, നീ കാമത്തിന്റെ പേരിലും പ്രേമത്തിന്റെ പേരിലും നിന്റെ ഇസ്ലാമിനെയും സ്വർഗത്തിനെയും വലിച്ചെറിയുമ്പോ ലോകത്തിന്റെ പണക്കൊടുപ്പിന്റെ നടുവ് ഇന്നത്തെ പെണ്ണ് മതം മാറിയത് എങ്ങനെയാ? പർദ്ദയിട്ടിട്ട് നിസ്കാര കുപ്പായം ഇട്ടിട്ട് മുസല്ലയിൽ നീ കൊണ്ടുപോയി സുജൂദ് ചെയ്തിട്ട് തഴമ്പ് വന്ന നെറ്റിയിൽ ഒരൊറ്റ പകലങ്ങട് മാറിയപ്പോ നിസ്കാര തഴമ്പിന്റെ മുഴുവൻ അടയാളമുള്ള നെറ്റിയിൽ കുങ്കുമത്തിന്റെ കസ്തൂരി ബൂത്തിയ ചെറുപ്പക്കാര് പെണ്ണേ, ദിൽഷാന എന്ന പെണ്ണേ, അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങി ഓടുന്ന പെണ്ണ്, നിനക്കറിയോ നരകത്തിന്റെ അടയാളം നെറ്റിയിൽ നിന്ന് മായിച്ചുണ്ട്. സയ്യിദൻ വരന്റെ ഖുർആൻ കേട്ടിട്ട് നീണ്ട താടി വളർത്ത് നമസ്കാര തഴമ്പോടെ നടക്കുന്ന യൂസുഫ് യോഹന്നെ നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ക്രിക്കറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന് താടി വളർത്തിയ സുന്നത്തായ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്, ഹാഷിം അംല. ഹാഷിം അംല ഇപ്പോഴും ഓരോ കളി നടക്കാൻ ജേഴ്സി ഇടുമ്പോഴും $800 ഓരോ കളിയിലും അയാള് പെടത്തുകയായിട്ട് കെട്ടിവെക്കുകയാ. എന്തിനാണ് ഓരോ മത്സരത്തിന് ഹാഷിം അംല ജേഴ്സി ഇടുമ്പോഴും $500 മധ്യ കമ്പനിക്ക് പെടയെടുക്കുകയാ? കാരണം എന്തറിയോ? ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുടെ ജേഴ്സിയിൽ മുഴുവനും മധ്യ കമ്പനിയുടെ പരസ്യമാ. മദ്യമല്ലാണ്ട് റസൂല് ഹറാമാക്കി തന്ന വിശുദ്ധമായ ഖുർആൻ ഹറാമാക്കിയ മദ്യത്തിന്റെ ലേബലുള്ള ടീഷർട്ട് ധരിക്കില്ല എന്ന് പറഞ്ഞു ആ മദ്യ കമ്പനിയുടെ പരസ്യം എഴുതിയ ടീഷർട്ട് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേര് ഓരോ മത്സരത്തിലും $500 പെടയടക്കാൻ ഹാഷിം അംലയ്ക്ക് കഴിയുന്നെങ്കിൽ നാരണത്തുട്ടിന് വേണ്ടി ഇസ്ലാമിനെ വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
ഹൈന്ദവ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, അന്യമതസ്ഥയായ പെണ്ണിനെ വിവാഹം കഴിക്കാൻ മതം മാറുന്ന ചെറുപ്പക്കാരാ, എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെ നടുവ് അല്ലാഹുവിന്റെ ദീനിനെ മാത്രം ആഗ്രഹിക്കുന്ന ഈ 2020 ക്രിക്കറ്റ് നടക്കുമ്പോൾ പോലും അതിന്റെ പേരിൽ വഖ്ത് നിസ്കാരങ്ങൾ നകലാകുമ്പോ അഫ്ഗാൻ ടീം അംഗങ്ങളും പാകിസ്ഥാൻ ടീം അംഗങ്ങളിലെ മുസ്ലിമീങ്ങളും മുഴുവനും മൈതാന മധ്യത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാനാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു തരാ. കാലത്തിനൊത്ത് നടക്കാനല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി നടക്കാനാണെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനതിന്റെ പരിഹാരമാർഗം പറഞ്ഞു തരികയാ. വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷേ ഉത്തുലുബ് മതാബന് ഭിന്നദാമതി മുഖിലിആ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖബലാ. ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനോട് തുറന്നു പറഞ്ഞിട്ട് നിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു നടക്കണം. കാരണം ഇനി ലോകം അവസാനിക്കാൻ ഏറെ നാളുകളില്ല. ആരോഗ്യത്തോടെ നിന്നവരൊക്കെ ഒരു പൊടുന്നന് ഒരു ദിവസം കൊണ്ട് മരിച്ചു വീഴുകയാ. കമ്മിന് സഹീഹിന് മാതാ മിന ഗൈരി ഇല്ലതി വകമ്മിൻ മരീദിൻ ആശ അദഹറന ഇലാ ദഹരി. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ആളുകൾ മരിച്ചു വീഴുന്നത്. ഏത് സമയത്താണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പെട്ടെന്ന് തിരിച്ചു നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ കുറെ കാര്യം വാരി വലിച്ചു പറയുന്നതിന് അർത്ഥമില്ല. ഇന്ന് ഈ സദസ്സിൽ നിന്ന് ആദ്യമായി കൊച്ചിയിൽ പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാൻ. ആ സമയത്ത് എന്റെ കരളിന്റെ കഷണമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മട്ടാഞ്ചേരി കൊച്ചിയിലുള്ള ചെറുപ്പക്കാരൊക്കെ ഭയങ്കര സ്പിരിറ്റുള്ള ആളുകളാണ്. ഭയങ്കര സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദീനി സ്പിരിറ്റ് കൂടുതലാണ്. പണ്ട് അബ്ദുൽ നാസർ മഅദനിയുടെ സുവർണ കാലഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോ ഈ അടുത്ത കുറെ ഒരു 1.5 മാസമായിട്ട് അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി പരസ്യമായിട്ട് ദുആ ചെയ്യാറില്ല. കാരണം ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം തെറ്റിദ്ധരിച്ച കുറെ ആളുകൾ ആ രീതിയിൽ എന്നെ വിമർശിച്ചപ്പോ ഇനി അവർക്ക് തോന്നും അവരുടെ വിമർശനമൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ രഹസ്യമായിട്ട് എന്റെ നിസ്കാരത്തിലും എന്റെ സ്വകാര്യതയിലും മാത്രമേ ഞാൻ അദ്ദേഹത്തിനോട് ദുആ ചെയ്യുള്ളൂ. പരസ്യമായിട്ട് ചെയ്യാറില്ല. കാരണം ചെയ്യാത്തതിന്റെ കാരണം ചിലപ്പോൾ ഇനി ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് തോന്നിയാലോ ഒന്ന് വേണ്ടാണ്. എന്താ പറഞ്ഞത് ഞാനും അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അള്ളാഹു അദ്ദേഹത്തിന് നല്ല മോചനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് നീതിപീഠത്തിന്റെ കണ്ണ് തുറന്നു കൊടുക്കട്ടെ. ആ വിവാദത്തിന് ശേഷം ആദ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ആ പേരും പറഞ്ഞ് ദുആ ചെയ്യണ ഇവിടെ വെച്ചാണ്. കാരണം കൊച്ചിക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ. മഹാനായ അബ്ദുൽ നാസർ മഅദനി ആദർശത്തിന്റെ ആൾരൂപമായ അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ പാതിരാത്രി 2 മണിയും 3 മണിയും വരെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കണ്ണിലുണ്ണഴിച്ച് കാത്തിരുന്ന ആളുകളാണ് മട്ടാഞ്ചേരിയിലും കൊച്ചിയിലുള്ള ചെറുപ്പക്കാർ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട. ഇതൊക്കെയാണ് ഫ്രീക്കാണ്, ഓട്ടമാണ്, പാച്ചിലെന്നൊക്കെ പറഞ്ഞാലും ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആവേശത്തോടെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഏറ്റെടുത്ത് ആവേശം ഒരൊറ്റ നിമിഷം കൊണ്ട് റീചാർജ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് ഈ സമൂഹത്തിലുള്ള ചെറുപ്പക്കാർ. ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുക. നിങ്ങളെ സോപ്പിടാനുള്ള ഒരു വർത്താനല്ല. ഒരു നഗരപ്രാന്തത്തിൽ ജീവിക്കുമ്പോ അതിന്റെ അസ്വാരസ്യങ്ങളൊക്കെ മെല്ലെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിലും ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന ആൺകുട്ടികളാണ് ഇവിടെയുള്ളത്. അങ്ങനെയല്ലേ? നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. അവരും ഉണ്ടായിരിക്കുക. മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ ഖത്തീബും ഒക്കെ എന്താ ഉണ്ടായിരിക്കണം? അങ്ങനെയല്ലേ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് തെറ്റ് സംഭവിക്കാത്തവരാരുമില്ല, പ്രണയിക്കാത്തവരാരുമില്ല, പ്രേമമില്ലാത്തവരാരുമില്ല. ഒരു പെണ്ണിനെ കണ്ടാൽ മനസ്സിലെങ്കിലും ഒരു അനുരാഗമില്ലാത്തവർ ആരുമില്ല. എന്തെല്ലാരും തലകുനിക്കണേ? അത് മനുഷ്യന്റെ സ്വതസിദ്ധമായൊരു ശൈലിയാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ സ്വാഭാവികമായി മനസ്സുകൊണ്ടെങ്കിലും ഒരു ഇഷ്ടം തോന്നാത്തവരാരുമില്ല. 1+1 2 is maths. 1+1 1 is love. 1 1 2 എന്നുള്ളത് മാത്തമാറ്റിക്സ് ആണ്. 1 1 1 എന്നുള്ളത് പ്രേമമാണെന്ന് പാടിയ
കവിയെ പോലെ ഈ ഒന്നിലേക്ക് ചുരുങ്ങുന്ന രണ്ടായി പ്രണയം എല്ലായിടത്തുമുണ്ട്. ആ പ്രണയം ചിലപ്പോൾ പൈശാചിക ദുർബോധനത്തിൽപ്പെട്ട് സ്വാഭാവികമായ അബദ്ധങ്ങളിലേക്ക് നാടാറുമുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ നിങ്ങൾക്കൊരു പരിഹാര മാർഗം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഇതോടെ അവസാനിപ്പിക്കാം. ചെയ്യോ? അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്ക് നോക്കട്ടെ. നിങ്ങളെ കൊണ്ട് പറ്റണാണ്. ഒന്ന് കൈവക്ക് മനുഷ്യന്മാരെ. അല്ലാഹു അക്ബർ. ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധം, അത് സ്വാഭാവികമായി ഒരു മനുഷ്യൻ ഉണ്ടാവാം. തെറ്റുകൾ സംഭവിക്കാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ടൊരു സഹാബി പറഞ്ഞു, നബിയെ, എനിക്കൊരു പെണ്ണുമായിട്ടൊരു പ്രേമം ഉണ്ടായിരുന്നു, ഞാൻ അറിയാതെ അവളെ ഒന്ന് ചുംബിച്ചു പോയി. ആരാ പറയണേ? കൊച്ചിക്കാരനല്ല, കൊല്ലംകാരനല്ല, കൊയിലാണ്ടിക്കാരനല്ല, കോതമംഗലത്തുകാരനല്ല. പറയുന്ന ആൾ ഹബീബായ നബിയുടെ മദീനത്തെ പള്ളിയിൽ മുത്തുനബിയെ കണ്ട് വിശ്വസിച്ച സഹാബിയ. നബിയെ, ഞാൻ അറിയാതെ, എനിക്കൊരു പ്രേമുണ്ടായിരുന്നു, പെണ്ണിനെ ഞാൻ അറിയാതെ ഒന്ന് ചുംബിച്ചു പോയി. ഫർജിന്നി യാ റസൂലല്ലാഹ്, എന്നെ കല്ലെറിഞ്ഞു കൊല്ലു നബി. ഇതാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മൂല്യം. തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ പരാജയം തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കണം. തെറ്റ് ചെയ്തു പോയി, ഉറപ്പാണ്, പിന്നെയും അതിനെ ന്യായീകരിക്കുന്നത്. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പരസ്യമായി റോഡിൽ വെച്ച് ഫ്ലാഷ് മോബ് നടത്തിയ വീട്ടിൽ നിന്ന് സ്കൂളിൽ കോളേജിൽ പോകാന്ന് പറഞ്ഞ പെണ്ണ് റോട്ടിൽ കിടന്ന് ആട് നടന്നപ്പോ അമ്മ വന്ന് കരണത്ത് അടിച്ചു. ഇന്ന് ഫേസ്ബുക്ക് നമ്മൾ നോക്കിയാൽ അതാണല്ലോ സമൂഹത്തിന്റെ ഒരു അഭിപ്രായ സർവേ. ഇപ്പോ അതിൽ മുഴുവൻ ആ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ അമ്മമാരും ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കരണത്ത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇവളുമാർ എന്നെ വീട്ടിയിരുന്നേനെ എന്നായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വെറുതെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് നോക്കും. കാരണം അപ്പോഴത്തെ അപ്ഡേറ്റുകളൊക്കെ കപ്പം കിട്ടും. നോക്കിയപ്പോ അതിനകത്ത് ആൾമധ്യത്തിൽ വെച്ച് പരസ്യമായി അമ്മ അടിച്ചു, വിദ്യാർത്ഥിനി അപമാനിതയായി, അമ്മയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നു. എങ്ങനെയുണ്ട്? ഇപ്പൊ ഇതിനകത്ത് തെറ്റുകാരി ആരാ? ആടിയ പെണ്ണോ അടിച്ച അമ്മയോ? ഇന്ന് നമ്മൾ നാളെ നോക്കിക്കോളി. നാളെ ഇവിടുത്തെ വാദം ഡിങ്കമതം, പുതിയ മതമാണ് ഡിങ്കമതം. വേറെ ആരെയും കിട്ടിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കുട്ടൂസ മതം ഉണ്ടാവും, പിന്നെ ഡാഗിനി മതം ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി, ആണുങ്ങളൊക്കെ ഡിണ്ടക്ക് മതവും കുട്ടൂസ മതം ഉണ്ടായി, ഇനിയിപ്പോ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി സരിത മതവും കൂടെ ഉണ്ടാക്കുമെന്ന് എനിക്കറിഞ്ഞു. അതൊരു മതമായി മാറുക. എന്താ ലോകത്ത് കിടക്ക്? എല്ലാം കഴിഞ്ഞിട്ട് സരിത പറയാ, എന്നെ ആളുകൾ ലൈംഗികമായി പീഡിപ്പിച്ചു. വാതില് തുറന്നിട്ട് വീട്ടിൽ ആരെങ്കിലും ഓട് വിളിച്ചകത്ത് കയറും? 4 വാതിലും പരക്കെ തുറന്നിട്ടിരിക്കുക. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് അതിനകത്ത് പിന്നെ ഓട് പൊളിച്ച് മേലെ കൂടെ തൂങ്ങിയിറങ്ങും. അതിനും കേസ്. എല്ലാം കേരളത്തെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്തൊരു ലോകത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടെ ഇന്നത്തെ ഒരു വിഷയത്തെ നമ്മുടെ ലോകം സമ്മാനിച്ചാണ്. ആടുത്തകർത്ത ആ പെണ്ണാണോ കുറ്റവാളി, അടിച്ച അമ്മയാണോ? ഇനി അതിനകത്താണ് ചർച്ച. എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ വിജയം വരിക്കണോ, അവസാനം പുഞ്ചിരിച്ചു മരിക്കണോ, ചെയ്ത തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിൽ ബോധമുണ്ടാവും. ഞാൻ ഈ ജീവിക്കുന്ന ശൈലി നല്ലതല്ല. 1 പറഞ്ഞ് 2ാമത്തേന് തലാക്ക്, 2 പറഞ്ഞ് 3ാമത്തേന്. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയാമോ? ഞാൻ നോക്കിയപ്പോ എല്ലാ വീടും 2 സെന്റ് 3 സെന്റ് ഒക്കെയുള്ളൂ. മുറ്റമൊന്നും ഒരു വീടിനും ഇല്ല. ഒരു വീട് വെക്ക, ഒരു ബൈക്ക് വെക്കാനുള്ള സ്ഥലമുണ്ട്, ഗേറ്റ്. എല്ലാവർക്കും 2 വീട്ടുകാർക്ക് ഒരു മതിലുള്ള. അതിർത്തി തർക്കങ്ങൾ ഇവിടെ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾക്ക് 1 ഏക്കറും 2 ഏക്കറും ഉണ്ട്. ഒത്തിരി ഉള്ളവൻ അതിർത്തി തർക്കമേ ഉള്ളൂ. ഈ സ്ഥലം കുറച്ചുള്ള ആളുകൾക്ക് അതിർത്തി തർക്കം ഉണ്ടാവില്ല. കൂടുതലുള്ള ആളുകൾക്ക് ഭയങ്കര തർക്കമാണ്. ഇവിടെ അതിർത്തി തർക്കമില്ല. നമ്മുടെ നാട്ടിലൊക്കെ 1 ഏക്കറും 2 ഏക്കറും ഒക്കെ ഉള്ള ആള് പിറ്റേ ദിവസം വരുമ്പോൾ അതിർത്തിയിൽ ഇട്ടിരിക്കുന്ന കല്ല് ചിലപ്പോൾ അപ്പുറത്ത് കിടക്കും. രാത്രി വന്നിട്ട് കുഴിച്ച് മാറ്റിയിട്ടാ 1.5 സെന്റ് അവന് കിട്ടും അപ്പുറത്തവന്റെ. ഇവിടെ ആ ഒരു ചെറിയ ഇതാണ് നമ്മുടെ ഈ കൊച്ചിയുടെ ജീവിതം.
ചെറിയ ഒരു മുറ്റം, അതിന്റെ ഉള്ളിൽ ഒരു വീട്. അവിടെ ജീവിക്കുമ്പോൾ ഈ നഗരത്തിന്റെ പൈശാചികമായ അസ്വസ്ഥതകൾ അറിയാതെ നിങ്ങൾ കടന്നുപോയേക്കാം. അതിനുള്ള പരിഹാര മാർഗമേതാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നൊരു സഹാബി പറഞ്ഞു, നബിയേ, ഞാനൊരു പെണ്ണിനെ അറിയാതെ ചുംബിച്ചു പോയി നബിയേ, ഫർജിനി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് എറിഞ്ഞു കൊല്ലണേ നബിയേ, അങ്ങനെ ഒന്ന് എറിഞ്ഞു കൊല്ലണേ നബിയേ, അങ്ങനെ എറിഞ്ഞു കൊന്നിട്ട് പരിഹാരം നിർദ്ദേശിക്കണേ യാ റസൂലല്ലാഹ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, സഹാബി, നീ വ്യഭിചരിച്ചില്ലല്ലോ, അറിയാതെ നീ ഒന്ന് ചുംബിച്ചതേ ഉള്ളല്ലോ. വ്യഭിചരിച്ചാലേ എറിഞ്ഞു കൊല്ലേണ്ടതുള്ളൂ, ചുംബിച്ചാൽ എറിയേണ്ടതില്ല. അതിന്റെ പരിഹാരം പറയാൻ പോകുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനായ തറക്ക് കൊടുത്ത നബിയേ, അഖിമിസ് സ്വലാത്ത തറഫിൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത് ദാലിക ദിക്റാ ലിൽസാകിരീൻ. ആ സഹാബി അറിയാതൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ അതിന് പരിഹാരമായി അഞ്ചു വഖത്ത് നിസ്കാരം ഇനി മുതൽ കളാകാതെ കൃത്യമായിട്ട് അനുഷ്ഠിക്കാണ് അവരോട് പറഞ്ഞു കൊടുക്കും നബിയേ. ഇനിയുള്ള നിസ്കാരം കൃത്യമായി അനുഷ്ഠിച്ച് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്താൽ അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കും യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഇതേവരെ എന്റെ പ്രഭാഷണം കേട്ട ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് അറിയാതെ നിങ്ങളെങ്ങാനും ഒരു തെറ്റിലേക്ക് പോയാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം, ഒരേ ഒരു പരിഹാര മാർഗമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, അഖിമിസ് സ്വലാത്ത തറഫിയൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത് ദാലിക ദിക്റാ ലിൽസാകിരീൻ. ذلك ذكرى للذاكرين ذلك ذكرى للذاكرين. ഇനി മുതൽ അല്ലാഹുവിലേക്ക് മടങ്ങുക, ആറടി മണ്ണിലേക്ക് പോകുന്ന യാത്ര ഓർക്കുക, എന്നിട്ട് പടച്ച റബ്ബിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാൻ നിന്റെ നിസ്കാരത്തെ കൃത്യയാക്കണേ, നിന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കണേ. അങ്ങനെ ഇനിയുള്ള ജീവിതം അല്ലാഹുവിനെ പേടിച്ച് ആഖിറത്തെ പേടിച്ച് നാളെ ലോകത്തേക്ക് പോകുന്ന പരലോകത്തേക്കുള്ള യാത്രയിൽ സന്മാർഗങ്ങളൊക്കെ കൈമുതലാക്ക് അവസാനം വിട പറയുന്ന നേരം സന്തോഷത്തോടെ വിട പറയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. മരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ, ഞാൻ മരിക്കുന്ന നേരത്തെ എന്റെ മക്കള് കരയുന്നുണ്ട്, എന്റെ ഭാര്യ കരയുന്നുണ്ട്, എന്നെ സ്നേഹിച്ചവര് കരയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ചിരിക്കാൻ കഴിയലാണല്ലോ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാപനത്തിന്റെ സന്ദേശം അതാണ്. സമാപന സന്ദേശമനാണ് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ നടത്തിയ 2 പെൺകുട്ടികൾക്ക് 10 പവൻ വെച്ച് കയ്യിലോട്ട് കൊടുത്ത ഈ നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവർ അല്ലാഹു കർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ലോകത്തിന്റെ ഇടയിലും നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു പറ്റം ആളുകൾ അല്ലാഹുവേ നീ അവരെ കൈവിടല്ലേ അല്ലാഹ്. അതിന് പിന്തുണ നൽകിയ ആലിമീങ്ങൾ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. അതിലൊന്ന് നിങ്ങൾ സന്ദേശത്തോടെ വിളിച്ചപ്പോ ഈ വിനീതനും അതിൽ ഭാഗവാക്കായി. ഇനി നമ്മൾ പിരിയുകയാണ്. എപ്പോഴാണ് ഇനി കാണുന്നതെന്നറിയില്ല. ഇന്നലെയും ഇന്നുമായി 2-4 മണിക്കൂറുകളോളം നിങ്ങളുടെ കൂടെ കബീറുണ്ടായിരുന്നു, അഹ്മദ് കബീറുണ്ടായിരുന്നു. ഇന്ന് പിരിയുകയാണ് ഈ മൈതാന മധ്യത്തിൽ നിന്ന്. നിങ്ങൾ വീട്ടിലേക്ക്, ഞാൻ ഇനിയും തിരിച്ചു പെരിന്തൽമണ്ണയിലേക്ക് നാളത്തെ വകതിന് സാന്നിധ്യം അരുളാൻ. ആരാണ് ആദ്യം വീട്ടിലെത്തുക? ആരുടെ
ജീവിതമാണ് സഫലമാവുക. ഈ സമാപന സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, അവസാനത്തെ സമാപന ദിവസം നന്നാവണേ, നല്ലതാവണേ. അവസാനം മരിക്കുന്ന നേരം എല്ലാവരും പൊട്ടിക്കരയുമ്പോ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന് 602 നമ്പർ മുറി മരണാസന്നനായി കിടക്കുകയാണ് കേരളം കണ്ട മഹാപണ്ഡിതന്. ഇനി ആരും ജനിക്കാൻ കഴിയാത്ത, ഇനി പകരം വെക്കാനില്ലാത്ത, സമാനതകളില്ലാതെ പണ്ഡിത തേജസ്. ഏതുമ്മ പ്രസവിച്ചോ ഉമ്മക്ക് പോലും പരലോകത്ത് അഭിമാനം കൊടുത്ത പ്രിയപുത്രന് ആ സമയത്ത് അവിടെ ഇരുന്ന് വിട പറയാൻ നേരം അടുത്ത് നിന്ന് അലവിക്കുട്ടിയോട് പറഞ്ഞ് യാസീനോദാണ്ടുടങ്ങ്. യാസീനോദി അലവിക്കുട്ടി ഓരോ സമയത്തും മുബീനെത്തുമ്പോ ആ സമയത്തെല്ലാം യാസീനോടൊന്ന് കട്ടിലിൽ കിടന്ന് സക്കറാത്തിന് വിളിക്കുന്നു. ആയത്തോതി ഓതി അലവിക്കുട്ടി ഓനാണ്ടുണങ്ങി. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മാന്യനായ അല്ലാഹുവിൽ നിന്നുള്ള സമാധാനത്തിന്റെ വാക്ക് വന്നെത്തി. അലവിക്കുട്ടി ഒന്നുകൂടി ഓത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിൽ നിന്നുള്ള സമാധാന വചനം വന്നെത്തി. അതാണല്ലോ മരിക്കുന്ന സമയത്ത് കാത് കേൾക്കേണ്ടത്, അതാണല്ലോ മരിക്കുന്ന സമയത്ത് കൽബ് കേൾക്കേണ്ടത്. ആയത്ത് പരപ്രാവശ്യം ആവർത്തി ചോദിച്ചു. യാസീനോദി ആ യാസീനോദും അടുത്തു നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും റൂമിന് വെളിയിലിറങ്ങ്, എനിക്ക് ചില ആളുകൾ വിരുന്നുകാരുണ്ട്, എനിക്ക് ചില വിരുന്നുകാരുണ്ട്, അവരോടൊന്ന് സംസാരിക്കണം, നിങ്ങളെല്ലാവരും വെളിയിലിറങ്ങ്. ശിഷ്യന്മാര് രേഖപ്പെടുത്തുന്നു, 4 പാടും ഞങ്ങൾ നോക്കി, ആരെയും കാണാനില്ല. ഉസ്താദ് പറഞ്ഞു, വെളിയിലിറങ്ങ്, വെളിയിലിറങ്ങ്. അവരെല്ലാവരും വെളിയിലിറങ്ങി വാതിലടച്ചു. ആ സമയത്തകത്ത് നിന്ന് ശബ്ദം കേട്ടു, വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. വന്ന് കയറിയവരോട് സലാം അടക്കുകയാണ്. ജനൽപ്പടിതിലൂടെ ഞങ്ങൾ നോക്കുമ്പോ ആ റൂമിൽ ഉസ്താദല്ലാതെ മറ്റൊരാള് കടന്നു വന്നിട്ടില്ല. പിന്നെ ആരാണ് വരാനുണ്ടെന്ന് പറഞ്ഞത്? ആരോടാണ് സലാം പറഞ്ഞത്? ആ സലാം പറഞ്ഞത് ആരോടെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ ഇവിടേക്ക് കടന്നു വന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചവർ, പടച്ചറപ്പിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ചവർ, അവർ മരിക്കുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരോട് സലാം പറയുമത്രേ. മലക്കുകളോട് സലാം പറഞ്ഞു. അങ്ങനെ ലോകത്ത് വിട പറഞ്ഞു പോയാ മരിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് മലക്കുകളോട് സലാം പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പ്രസ്ഥാനം നമ്മുടെ കൈവെള്ളയിൽ തന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദാ. ഇത് സഹാബത്തിന്റെ കഥയല്ല, ഇത് താബീങ്ങളുടെ കഥയല്ല, ഇത് തബഇ താബീങ്ങളുടെ കഥയല്ല. ഈ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരനോട് വാള് പറയുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഈ എല്ലാ അസ്വസ്ഥതകളുടെയും അസ്വാരസ്യങ്ങളുടെയും അപസ്വരങ്ങളുടെയും അപഹാസങ്ങളുടെയും അവമതികളുടെയും അപവാദങ്ങളുടെയും അസുരന്മാരുടെ നടുവിൽ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പുഞ്ചിരിയോടെ വിട പറഞ്ഞു പോയാ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? 1 മാസം കഴിഞ്ഞിട്ടില്ല, ചമ്മാട് ദാറുൽ ഹുദ എന്ന കേരളം കണ്ട ആത്മീയ ഭൗതിക സമന്വയ അക്ഷര സമന്വയ വിപ്ലവ വിഷ്കാരത്തിന്റെ അവസാനത്തെ വാക്കായ ദാറുൽ ഹുദയുടെ തിരുമുറ്റത്ത് മഹാനായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർകദാ രോഗബാധിതനായി വീടുമ്പോ ചമ്മാട് ദാറുൽ ഹുദയിൽ ഫത്വ കൊടുത്തതിന് ശേഷം മഹല്ലിയുടെ ദർസ് എടുക്കുമ്പോഴാണ് രക്തസമ്മർദ്ദം കൂടുന്നത്. അവിടെ നിന്ന് ആംബുലൻസിൽ കയറി നേരെ ബേബി ഹോസ്പിറ്റലിലേക്ക്, അവിടെ ഐസിയുവിൽ കിടക്കുമ്പോ നാവ് കൊണ്ട് ശബ്ദിക്കാൻ കഴിയുന്നില്ല. അപ്പോഴും നാവെടുത്തിട്ട് ശബ്ദിക്കാൻ കഴിയാത്തപ്പോഴും തന്റെ കയ്യിൽ വെച്ച തസ്ബീഹ് മാലയിൽ കൽബ് കൊണ്ട് ദിക്ർ ചെയ്ത് ഇത് ലോകത്തിന്റെ അത്ഭുതമാണ്, ഇത് അത്ഭുതമാണ്, ഇത് അലങ്കാരമാണ്, ഇത് കാണാതെ പോകരുത് പെണ്ണേ.
ഐസുവിൽ കിടക്കുമ്പോഴും തന്റെ തസ്ബീഹ് കയ്യിൽ വെച്ചിട്ട് തസ്ബീഹ് മുറിക്കുന്നുണ്ട്. പക്ഷേ ഐസുവിലാണ്, നാവിന് ശബ്ദമില്ല. കൽബ് കൊണ്ട് ദിക്ർ പറഞ്ഞ് അവിടെ ബോധം കെട്ട് 40 ദിവസത്തോളം ഐസുവിൽ അങ്ങനെ തന്നെ കിടന്നു. ഏതാണ്ട് 1 മാസത്തോളം ഐസുവിൽ അങ്ങനെ തന്നെ കിടന്നു. ഒരു ദുനിയാവുമായിട്ട് ബന്ധമില്ല, ഒരു മോശമായ വർത്തമാനം പറഞ്ഞില്ല. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ മാസം ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സൈലുൽ ഉലമ വിട പറഞ്ഞു പോയത്. അള്ളാഹു കൊടുത്ത അവസരമല്ലേ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 10-30 ദിവസം ഐസുവിന്റെ ഉള്ളിൽ ഒരു ദുനിയാവിന്റെ സംസർഗമില്ല. മഹാമാരി വിട പറഞ്ഞതുപോലെ ഖൽവത്തിനായി ഈ ദുനിയാവുമായി ബന്ധമില്ലാതെ പാപത്തിന്റെ ഒരു സാഹചര്യം പോലും ഒരുക്കാട് ഇത്രയും നല്ല വിട പറയൽ നൽകിയെങ്കിൽ എന്നോടും നിങ്ങളോട് ഞാൻ ദുആ ചെയ്യോടെ വസിയത്തോടെ പറയാ, ഉസീകും യാ ഇബാദല്ലാഹ് വയ്യായ ബിനഫ്സി അവലം ബിതഖ്വല്ലാഹ്. എങ്ങനെ ജീവിച്ചാലും മാറ്റമുണ്ടായിട്ടും മരിക്കണേ. മരിക്കുന്ന സമയത്തിനല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. മലക്കുകൾ വന്നിട്ട് പേടിക്കണ്ട, അല്ലാ തഖാഫൂ നീ പേടിക്കണ്ട, വലാ തഹ്സനൂ നീ ദുഃഖിക്കണ്ട എന്ന സന്തോഷവാർത്ത കേട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അവസാനം സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സ്വർഗത്തിന്റെ ഉള്ളിൽ കടക്കാൻ പണമില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ പെടും അതിനോട്. അതിലേക്കു നീ ഒരു പാസ് താ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അള്ളാഹു നമുക്ക് ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ പുതുതലമുറയോട് സ്വർഗമാണ് അഭികാമ്യമെന്ന് ലോകത്തോട് പറയാൻ, അതിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടി ഭൗതികമായ സുഖാസ്വാദനത്തിന് മാറ്റുക, അതിലേക്കുള്ള ഏറ്റവും വലിയ നന്മയാണ്. സ്വർഗം വാങ്ങിക്കാനൊന്നും നമ്മുടെ കയ്യിലില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പരമാവധി സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ സൽക്കർമ്മങ്ങളാണ് ഈ സംഘാടകർ ഇന്നലെയും ഇന്നും 2 ദിവസം 2 പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി അവർ സഹായിച്ചു. ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് സാധു സംരക്ഷണത്തിന് വേണ്ടിയാണ്. വക്കറ്റുമായി ഈ സംഘാടകർ മുമ്പിലേക്ക് വരും. ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നു, സദക്കക്ക് വേണ്ടി കുറെ പൈസകൾ നിങ്ങൾ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് ഒരു നല്ല സദക്ക ഈ സദസ്സിലേക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരാളും എഴുന്നേക്കരുത്. നമ്മുടെ ദുആയോടുകൂടി നമുക്ക് പിരിയാം. എല്ലാവരും മറക്ക ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അങ്ങനെ ഈ ഭൗതികമായ ലോകത്തെ ത്യജിച്ച് 40 വർഷക്കാലത്തോളം ഈ നാട്ടിൽ ഈമാന്റെ പ്രഭ പൊരിഞ്ഞ മഹാനായ മനുഷ്യനാണ് ഹാജി കെ അബ്ദുള്ള മുസ്ലിയാർ. അദ്ദേഹത്തെ കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നത് മാത്രം അത്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വാദം പറയേണ്ട കാര്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ കുറിച്ച് മരണശേഷം നാട്ടുകാർ എന്ത് പറയുന്നു അതാണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാന്റെ അടുക്കലുള്ള തീരുമാനം. ഈ നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തെ അവരുടെ ആത്മീയ ഗുരുവായി, അദ്ദേഹത്തെ കുടുംബത്തെ തങ്ങളുടെ സ്വന്തം കുടുംബമായി, അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന് ശേഷം ആദരവോടെ കാൽക്കുന്ന ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഹാജി കെ അബ്ദുള്ള മുസ്ലിയാർ. അദ്ദേഹം ജീവിച്ചിരുന്ന വഴികൾ ശരിയായിരുന്നു, അദ്ദേഹത്തിന്റെ നന്മകളുടെ ഭാഗത്തായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സമൂഹം അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവും ആദരവും. അള്ളാഹു ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. അള്ളാഹുർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നലെ 6666 ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവന്ന ആളുകൾ മോനെ ഒരു കസേര എടുത്തും പോട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും സുജൂദ് ചെയ്യണ 2 പേരുണ്ടാവൂലോ. ഈ മൊബൈൽ അങ്ങ് മുസല്ലയിൽ ഇങ്ങനെ അങ്ങ് ഇടും. വൈബ്രേറ്റ് മോഡി വന്ന് ഡിസ്പ്ലേ ഓൺ ആകുമ്പോൾ ഡിസ്പ്ലേയിൽ ഏതായാലും ആരുടെ ഡിസ്പ്ലേയിലും ഒരാളുടെ ഫോട്ടോ ഉണ്ടാവും.
ഒന്നുകില് അവനാന്റെ ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ ആരാന്റെ ഭാര്യയുടെ എങ്കിലും ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ സിനിമാ നടിയുടെ ആരുടെയും ഉണ്ടാവും, എന്തെങ്കിലും ഇല്ലാത്തുണ്ടാവൂല. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോ അപ്പുറത്തേക്കണവനെ നോക്കും, ഇപ്പുറത്തേക്കണവനെ നോക്കും, സർവ്വ നിസ്കാരവും പോകും. അതുകൊണ്ട് നിസ്കാരത്തിൽ കയറുമ്പോ വൈബ്രേറ്റ് മോഡിലല്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം. 5 മിനിറ്റ് ഒന്നും വരണ്ട. ഈ ഒരു 5 മിനിറ്റ് ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ ബാധിച്ച ഏറ്റവും വലിയ ക്യാൻസർ ഇതല്ലേ. ഒരു 5 മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്താൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മൊബൈൽ തീരാറാകുമ്പോ 10% ബാറ്ററി ലോ എന്ന് എഴുതുമ്പോഴേ നമ്മള് പ്ലഗ് കൊത്തും. ഈമാൻ അതിനും ലോയാണ്. ഒരു പ്ലഗും ജദ്ദിദു ഈമാനക്കും കുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ ഫുള്ള് ലോയായി. ഏത് പെണ്ണിനെ കണ്ടാലും നോക്കും. കള്ളു കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. അള്ളാഹു നമ്മളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തട്ടെ. തെറ്റ് ചെയ്യാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യൂ. ഒരാളിനെ തെറ്റ് ചെയ്യൂല. പറഞ്ഞുതരട്ടെ? പറഞ്ഞെന്നാ ചെയ്യോ? ഏതായാലും ഞാൻ പോകാണ്, ഒരു കാര്യം ഇരിക്കട്ടെ. പറഞ്ഞു തന്നാ ചെയ്യൂന്ന് ഉറപ്പുള്ള ഒരു കൈ വെക്കെന്നാലേ പറയുള്ളൂ, വെറുതെ പറയൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എല്ലാരും പറയുന്നു ഉസ്താദേ കള്ളു കുടിക്കരുതെന്ന് മോഗ്രഹമുണ്ട്, വ്യഭിചരിക്കരുതെന്ന് മോഹമുണ്ട്. ആ പെണ്ണിന്റെ മുഖത്തെ കറിയാതെ നോക്കി പോവുകയാ. എന്താണ് നിന്നെ പെരുമ പ്രതിവിധി? മൻ തറക മഅസിയത്തൻ ലില്ലാഹി സബഅ മറാത്ത്. ആരെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു തെറ്റ് 7 പ്രാവശ്യം തുടർച്ചയായി ചെയ്യാതിരുന്നാൽ 8ാമത്തെ പ്രാവശ്യം ആ തെറ്റ് അല്ലാഹു അവന്റെ മുമ്പിൽ വരുത്തുകയില്ലെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഒരു തെറ്റ് അല്ലാഹനെ പേടിച്ചിട്ട് തുടർച്ചയായിട്ട് 7 പ്രാവശ്യം ചെയ്യാതിരിക്കുക. മനസ്സിലായോ? മനസ്സിലായില്ല? 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 ഇല്ല. മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ? ആരെങ്കിലും ഒരു തെറ്റ് തുടർച്ചയായി 7 പ്രാവശ്യം വകല് കഴിഞ്ഞു പോവുകയാണ്. പഴയ കൂട്ടുകാരനെ കണ്ടു, അവന് കള്ള് നിന്റെ കയ്യിലേക്ക് നീട്ടി. അപ്പൊ അല്ലാഹനെ പേടി വന്നു, ഇല്ല ഞാൻ ചെയ്യില്ല, അതിൽ നിന്നൊഴിവായി. 1. രണ്ടാമത് കള്ള് കുടിക്കുന്നൊരു സാഹചര്യം വന്നു, അല്ലാഹനെ ഭയന്നിട്ട് അതിൽ നിന്ന് മാറിപ്പോയി. 2. മൂന്നാമതും അതേ സാഹചര്യം വന്നു. 4ാമത് സാഹചര്യം വന്നു. 5ാമത് ചീട്ട് കളിക്കാൻ സാഹചര്യം വന്നു. 6ാമതും 7ാമതും 7 പ്രാവശ്യം ഈ സാഹചര്യം വന്നിട്ട് 7 പ്രാവശ്യവും അല്ലാഹനെ പേടിച്ചിട്ട് മാറി നിന്നാൽ 8ാമത് പിന്നെ ഒരു തെറ്റിന്റെ അതേ സമാനമായ തെറ്റിന്റെ സാഹചര്യം അല്ലാഹുവിന്റെ മുമ്പിൽ വരുത്തി പരീക്ഷിക്കുകയില്ല. 7 പ്രാവശ്യം കള്ളു കുടിക്കാൻ സാഹചര്യം കിട്ടി, 7 പ്രാവശ്യം അല്ലാഹനെ പേടിച്ചിട്ട് മാറി. എന്നാൽ 8ാമത് പിന്നെ കള്ളു കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാഹുവിന്റെ മുമ്പിൽ തരികയില്ല. എന്നാലല്ലേ കുടിക്കുള്ളൂ. ചീട്ട് കളിക്കാൻ 7 പ്രാവശ്യം സാഹചര്യം കൂട്ടുകാർ വിളിച്ച് 7 പ്രാവശ്യം അല്ലാഹനെ പേടിച്ചിട്ട് മാറി. 8ാമത് തന്നെ വിളിക്കാൻ കൂട്ടുകാരനും വരില്ല. അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു നിന്റെ മുമ്പിൽ നിന്ന് മാറ്റി തരും.